ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ 2023-24 വർഷത്തിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം ഗണിതം, അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2023-24 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മലയാള മീഡിയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രവർത്തനം 1 ക്രിക്കറ്റ് മത്സരം. അപ്പോൾ പ്രവർത്തനം 1 എന്താ? ക്രിക്കറ്റ് മത്സരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രദേഴ്സ് ക്ലബ്ബും ഫ്രണ്ട്സ് ക്ലബ്ബും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടന്നു. ആദ്യം ബാറ്റ് ചെയ്തത് ബ്രദേഴ്സ് ക്ലബ്ബാണ്. ആകെ 276 റൺസ് എടുത്തു. ബാറ്റ് ചെയ്തവർ നേടിയ റൺസ് സ്കോർ ബോർഡിൽ കൊടുത്തിരിക്കുന്നു. രാഹുലിൻ്റെ റൺസ് വിട്ടുപോയിട്ടുണ്ട്. രാഹുൽ എത്ര റൺസാണ് എടുത്തത്? എന്താണ്? അപ്പോൾ രണ്ട് ക്ലബ്ബർ തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൽ ഇവിടെ ബ്രദേഴ്സ് ക്ലബിൻ്റെയാണ് തന്നിട്ടുള്ളത്. ആകെ അവർ 276 റൺസ് എടുത്തു. അപ്പോൾ അജ്മൽ, നിർമ്മൽ, രാഹുൽ, ജോബിൻ, സച്ചിൻ എന്നിവരാണ് കളിച്ചത്. അപ്പോൾ അവരൊക്കെ കൂടി എടുത്ത റൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രാഹുലിൻ്റെ മിസ്സിംഗ് ആണ്. അപ്പോൾ രാഹുലിൻ്റെ റൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് 103 + 47 + 30 + 41 ചെയ്യുക. അത് ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുക? 221 എന്ന് കിട്ടും. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് 276 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 276 - 221 = 55. അപ്പോൾ രാഹുൽ എത്ര റൺസ് എടുത്തിട്ടുണ്ടാവും? 55 റൺസ് എടുത്തിട്ടുണ്ടാവും. അതിൽ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത് ബാറ്റ് ചെയ്ത ഫ്രണ്ട്സ് ക്ലബ്ബ് 218 റൺസ് എടുത്തപ്പോൾ എല്ലാവരും പുറത്തായി. രണ്ടു ടീമും തമ്മിൽ എത്ര റൺസിൻ്റെ വ്യത്യാസമുണ്ട്? അപ്പോൾ രണ്ടാമത്തെ ക്ലബ്ബായ ഫ്രണ്ട്സ് ക്ലബ്ബ് 218 എടുത്തു. അപ്പോൾ നേരത്തെ ക്ലബ്ബ് 276 എടുത്തു. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 276 - 218 = 58 റൺസിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ. പ്രവർത്തനം 2 രൂപങ്ങൾ എണ്ണാം. മീൻ പിടിക്കുന്ന പക്ഷിയെ നോക്കുക. അപ്പോൾ മീൻ പിടിക്കുന്ന ഒരു പക്ഷിയെ വൃത്തവും അതുപോലെ ത്രികോണവും ചതുരമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ചിത്രത്തിലുള്ള രൂപങ്ങൾ എന്തൊക്കെ? ഓരോന്ന് എത്ര എണ്ണം വീതം ഉണ്ട്? അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ചതുരമുണ്ട്, അതുപോലെ തന്നെ ത്രികോണമുണ്ട്, അതുപോലെ തന്നെ വട്ടമുണ്ട്. ചതുരം എത്ര ഉണ്ട്? ചതുരം എണ്ണി നോക്കി നമുക്ക് മനസ്സിലാവും. ചതുരം 3 എണ്ണം ഉണ്ട്. ത്രികോണം 11 എണ്ണം ഉണ്ട്. ദെൻ വട്ടം 3 എണ്ണം ഉണ്ട്. ഓക്കെ. ത്രികോണം, ചതുരം, വട്ടം ഇവ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ കുട്ടികളെ രൂപമൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ അറിയുണ്ടാവും. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. സർക്കിളൊക്കെ വരച്ചിട്ട് ഒരാളുടെ ഷേപ്പിൽ വരയ്ക്കുക. ഓക്കെ. അതല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും വീടോ ഈ ചതുരം വട്ടം ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടുകാർ വരച്ചു നോക്കുക. നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 3 അളന്നെഴുതാം. അപ്പോൾ അളന്നെഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം 3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ABC. എന്താ? ഒരു പെന്ന് അളക്കാണ്. അത് 7 സെൻറ്റിമീറ്റർ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പോൾ എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 മുതലാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് 8 സെൻറ്റിമീറ്റർ വരുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഇത് 15-ന്ന് 7 മൈനസ് ചെയ്താലും മതി. അപ്പോഴും നമുക്ക് 8 സെൻറ്റിമീറ്റർ നീട്ടും. എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. 15 - 7 ചെയ്താലും നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതൊരു പെൻസിലാണ്. ക്വസ്റ്റ്യൻ ബി പാർട്ട് ഒരു പെൻസിലാണ്. അപ്പോൾ ഇത് എണ്ണി നോക്കുക. 1 2 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ 4 - 1 4 - 1 ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തതൊരു മാച്ച് ബോക്സ് ആണ്. തീപ്പെട്ടിയുടെ കൂട്. അപ്പോൾ അത് നോക്കാം. 1 2 3 4 സെൻറ്റിമീറ്റർ. അഥവാ 12 - 8 = 4 സെൻറ്റിമീറ്റർ. ഓക്കെ.
ഇനി അടുത്തത് 1 മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് നീളം കൂടിയ നിഴൽ കാണുന്നത് ചുവടെ കൊടുത്തവയിൽ ഏത് സമയത്താണ്? അപ്പോൾ നിഴലിൻ്റെ വലിപ്പം കൂടിയത് ഏത് സമയത്താണ്? ഈ സമയത്തായിരിക്കും രാവിലെ. ഉത്തരം എന്താണ്? രാവിലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 4 സമയം കാണാം. മെൽവിനും കുടുംബവും സിനിമ കാണാൻ പോയി. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 10 മിനിറ്റ് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അപ്പം മെൽവിനും മെൽവിൻ്റെ കുടുംബം കൂടി സിനിമ കാണാൻ പോവാണ്. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ്? 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി 10 മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ബസ് സ്റ്റോപ്പിലെത്തിയ സമയം ഏത്? ബസ് സ്റ്റോപ്പിലെത്തിയ സമയം ഏതാണ്? 9 + 10 മിനിറ്റ് നടന്നു. അപ്പോൾ 9:10. എന്താണ്? 9:10 ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം, 10 മിനിറ്റ് കഴിഞ്ഞാണ് ബസ് എത്തിയത്. 30 മിനിറ്റ് യാത്ര ചെയ്ത് തിയേറ്റർ എത്തി. അപ്പോൾ എത്തിയ സമയം എത്രയാണ്? അപ്പോൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് നടന്നു. ദെൻ 10 മിനിറ്റ് കഴിഞ്ഞ് ബസ് വന്നു. ദെൻ അതിൻ്റെ ശേഷം 30 മിനിറ്റ് യാത്ര ചെയ്തു. അപ്പോൾ എന്നിട്ട് തിയേറ്ററിൽ എപ്പോഴാവും എത്തിയിട്ടുണ്ടാവും? അപ്പോൾ 9 + 10 9:10 പ്ലസ് ഒരു 10 കൂടി 9:20 പിന്നെ ഒരു 30. അപ്പോൾ 20 കഴിഞ്ഞിട്ട് 30 40 50. അപ്പോൾ എപ്പോഴാവും എത്തിയിട്ടുണ്ടാവുക? 9:50. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10:20 സിനിമ ആരംഭിച്ചു. തിയേറ്ററിൽ എത്തിയതിനു ശേഷം സിനിമ തുടങ്ങുന്നത് വരെ കാത്തിരുന്ന സമയം എത്ര? അപ്പോൾ 9:50 ഇവർ തിയേറ്ററിൽ എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു 10:20 സിനിമ തുടങ്ങിയത്. അപ്പോൾ എത്ര സമയം ഇവർ കാത്തിരുന്നു? 9:10 കഴിഞ്ഞാൽ ദെൻ 10 മണിയാവാൻ 10 മിനിറ്റ്, ദെൻ 10:10, ദെൻ 10:20. എത്ര മിനിറ്റാണ്? 30 മിനിറ്റ്. മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഡി ക്വസ്റ്റ്യൻ. 1:15 മണിക്ക് സിനിമ അവസാനിച്ചു. സിനിമ എത്ര സമയം ഉണ്ടായിരുന്നു? അപ്പോൾ 10:20 സിനിമ തുടങ്ങി, ദെൻ 1:15 സിനിമ അവസാനിച്ചു. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 2 മണിക്കൂർ 55 മിനിറ്റ്. ഓക്കെ, പ്രവർത്തനം 5 പിറന്നാൾ ആഘോഷം. സയാനിയുടെ പിറന്നാളിന് 15 ബലൂണുകൾ വാങ്ങണം. 2 കടകളിൽ വില അന്വേഷിച്ചു. അപ്പോൾ ബർത്ത്ഡേക്ക് ബലൂണ് മേടിക്കണം. അപ്പോൾ 2 കടയിൽ അതിൻ്റെ വില അന്വേഷിച്ചു. ദെൻ ഒന്നാമത്തെ കടയിൽ ഒരു ബലൂണിൻ്റെ വില 11 രൂപയാണ്. അപ്പോൾ ഒന്നാമത്തെ കടയിൽ ഒരു ബലൂണിൻ്റെ വില എന്ന് പറയുന്നത് 11 രൂപയാണ്. അങ്ങനെ 15 ബലൂണുകൾ വാങ്ങാൻ ആകെ എന്ത് വിലയാകും? അപ്പോൾ ഒരു ബലൂണിൻ്റെ വില എന്ന് പറയുന്നത് 11. അങ്ങനെ നമുക്ക് 15 ബലൂണ് മേടിക്കണം. അപ്പോൾ ടോട്ടൽ എത്ര രൂപ വേണം? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 15 × 11 = 165. എന്താണ്? 15 × 11 = 165. ഇത് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ കടയിൽ 4 ബലൂണുകൾ വാങ്ങിയാൽ മൊത്തം ഒരെണ്ണം സൗജന്യമാണ്. അപ്പോൾ 4 ബലൂണ് ഒരെണ്ണം ഫ്രീ കിട്ടും. അങ്ങനെയാണെങ്കിൽ 15 ബലൂണ് കിട്ടാൻ എത്ര ബലൂണുകളുടെ വില നൽകണം? അപ്പോൾ നോക്കിയാൽ മതി. 4 എണ്ണം വരുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടും. അപ്പോൾ 5 എണ്ണമായി. ദെൻ പിന്നെ 4 എണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടും. അപ്പോൾ 10 എണ്ണമായി. പിന്നെ 4 എണ്ണം മേടിക്കുമ്പോൾ പിന്നെയും ഒരെണ്ണം ഫ്രീ കിട്ടും. അപ്പോൾ ആകെ എത്ര ബലൂണ് മേടിക്കണം? 12. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഈ കടയിൽ ഒരു ബലൂണിൻ്റെ വില 12 രൂപയാണ് എങ്കിൽ ആകെ എന്ത് വിലയാകും? അപ്പോൾ ഒരു ബലൂണിൻ്റെ വില 12. അപ്പോൾ ടോട്ടൽ 12 രൂപയാണ് ഓരോ ബലൂണിനും. അപ്പോൾ 12 × 12 = 144. ദെൻ ഏത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭകരം? അപ്പോൾ ലാഭം എന്ന് പറയുന്നത് ആദ്യത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കട. ഇനി രണ്ടാമത്തെ, 2 കടയിലെയും ആകെ വിലകളുടെ വ്യത്യാസം എത്ര രൂപയാണ്? അത് കാണാൻ ആദ്യത്തെ കട 165 - 144 = 21 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം.
പ്രവർത്തനം 6 വാഹന പാർക്കിംഗ്. വാഹന സഞ്ചാര കേന്ദ്രത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഓരോ ഇനത്തിലും എത്ര വാഹനങ്ങൾ ഉണ്ട്? അപ്പോൾ എണ്ണീറ്റ് എഴുതാനാണ്. ഓരോന്നിലും എത്ര വാഹനങ്ങൾ ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ വരികളുടെ എണ്ണം, നിരകളുടെ എണ്ണം ആകെ. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ബസ് 4x3, അതായത് വരികൾ 4 എണ്ണം, നിരകൾ 3 എണ്ണം. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് ആകെ ബസ്സിൻ്റെ എണ്ണം കിട്ടും, അതായത് 12. അടുത്തത് മോട്ടോർ സൈക്കിളാണ്. 3x6, 3 വരികളും അതുപോലെ തന്നെ 6 നിരകളും. അപ്പോൾ 3x6 = 18. ഇനി കാറിൻ്റെ ചെയ്യുമ്പോൾ 2 വരികളും അതുപോലെ തന്നെ 4 നിരകളും. അപ്പോൾ 2x4 = 8 എന്ന് കിട്ടും. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ്സിന് 60 രൂപയും മോട്ടോർ സൈക്കിളിന് 20 രൂപയും കാറിന് 35 രൂപയുമാണ് പാർക്കിംഗ് ഫീസ്. വാഹനങ്ങളുടെ ആകെ പാർക്കിംഗ് ഫീസ് കണ്ടെത്താനുള്ള പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ എന്താണ്? ബസ്സിന് 60 രൂപ, മോട്ടോർ സൈക്കിളിന് 20 രൂപ, അതുപോലെ തന്നെ കാറിന് 35 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. ആദ്യം ബസ്സാണ്. ബസ്സിൻ്റെ ഫീസ് 60 ബസ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയെന്ന് നോക്കുക. 12 എണ്ണം ഉണ്ട്. അപ്പോൾ 12 × 60 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 × 60 = 720 കിട്ടും. അപ്പോൾ ആകെ ഫീസ് എന്ന് പറയുന്നത് 720 ബസ്സിൻ്റെ. ഇനി അടുത്തത് മോട്ടോർ സൈക്കിളിൻ്റെ ആണ്. മോട്ടോർ സൈക്കിളിൻ്റെ ഫീസ് 20 രൂപ, 18 എണ്ണം ഉണ്ട്. അപ്പോൾ 18 × 20 ചെയ്താൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ ക്രിയ എന്നുള്ളിടത്ത് 18 × 20 എന്ന് ചെയ്യാം. ഇപ്പോൾ ആകെ നമുക്ക് 720 360 കിട്ടി. കാറിൻ്റെ 280 അത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.